ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രിസിഷനോടെ എന്താ പറയുക, ഒരു സിവിലിയനെ പോലും കൊല്ലാതെ പാകിസ്ഥാനെ ഇല്ലാതാക്കുക എന്നുള്ളതല്ലല്ലോ ഇന്ത്യയുടെ ലക്ഷ്യം. പാകിസ്ഥാനെ ഇല്ലാതാക്കുക, പാകിസ്ഥാൻ ജനതയെ ഇല്ലാതാക്കുക, ആ രാഷ്ട്രത്തെ ഇല്ലാതാക്കുക എന്നുള്ളതൊന്നും ഇന്ത്യയുടെ ലക്ഷ്യമല്ല. മറിച്ച് ആ രാജ്യത്തിൻ്റെ മണ്ണിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരവാദികളെയും ഭീകര സംഘടനകളെയും ഇല്ലാതാക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ലക്ഷ്യമാണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ മാത്രമാണ് ഇന്ത്യയിൽ സമാധാനം ഉണ്ടാക്കാൻ കഴിയുക. നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ എപ്പോഴൊക്കെ ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ടോ, ആ ഭീകരാക്രമണത്തിൻ്റെയൊക്കെ പിറകിൽ അമേരിക്കയോ ചൈനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യമോ അല്ലല്ലോ, പാകിസ്ഥാൻ തന്നെയായിരുന്നു. എല്ലാ ഭീകരാക്രമണങ്ങളും ആസൂത്രണം ചെയ്യപ്പെട്ടത് പാകിസ്ഥാൻ്റെ മണ്ണിലാണ്. എല്ലാ ഭീകര സംഘടനകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ്റെ മണ്ണിലാണ്. ആ ഭീകര സംഘടനകളെ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ സമാധാനം സ്ഥാപിക്കാൻ കഴിയൂ. ഏറ്റവും ഒടുവിൽ പഹൽഗാമിലുണ്ടായിട്ടുള്ള ഈ 26 പേരുടെ മരണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഇനി പൊറുക്കാൻ കഴിയില്ല. നമ്മൾ ഈ പല സമയത്തായിട്ട് ഈ 2001 പാർലമെൻറ്റ് അറ്റാക്കും 2008 മുംബൈ അറ്റാക്കും 2016 പത്താൻകോട്ട് അറ്റാക്കും ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ സംയമനം പാലിച്ചിട്ടുണ്ടെന്നേ. നമ്മളങ്ങനെ ഒരു വലിയ ഓൾ ഔട്ട് വാറിലേക്കോ അല്ലെങ്കിൽ വലിയൊരു അറ്റാക്കിലേക്കോ ഒന്നും പോയിട്ടില്ല. എന്നാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സിവിലിയൻസ് വലിയ രീതിയിൽ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റ് ഈ സൈനികമായ ആക്രമണങ്ങളോ സൈനികമായി ഒന്നുമല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായ മനുഷ്യരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഓപ്പറേഷൻസ് ഇത്തരത്തിലുള്ള സംഘടനകൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൈയും കെട്ടി കാത്തു നിൽക്കാൻ കഴിയില്ല, നിശബ്ദത പാലിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഏറ്റവും കൃത്യമായൊരു ആക്രമണമാണ് നടത്തിയിട്ടുള്ളത്. ആ അർത്ഥത്തിൽ ഇന്ത്യയുടെ ആക്രമണം ലക്ഷ്യം കണ്ടു എന്ന് വിചാരിക്കുന്ന ഒരാളാണ്.